പാട്ട് വന്ന് 612. 612 പാട്ട് എടുത്ത് പഠിക്കണം. തമിഴില് എന്താണെന്ന് വെച്ചാൽ, കൊണ്ട വിരതം കുറയാമൽ താൻ ഒഞ്ചി തണ്ടുടൻ ഓടി தலைப்பட்ட யோகிக்கு மண்டலம் மூன்றினும் ஒக்க വളർന്ന പിൻ പിണ്ടമും ഓടി പിരിയാതെ ഇരിക്കുമേ. ഇത് വന്ന് ഇപ്പം ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? Perfect meditation leads to immortality, having abided not in the rules of vows. The yogi that has to meditate learned causing kundalini through the spinal column and the passing mandalas 3 with the facility equal. He is in fleshy body forever lives. മനസ്സിലാകുന്നില്ല. അത് ദേഹം വന്ന് കായകൽപ്പ പവർ കിട്ടും. അപ്പോൾ അതിന് എന്തോന്ന് ആവശ്യമെന്ന് വെച്ചാൽ, 3 മണ്ഡലത്തെ ധ്യാനം ചെയ്ത് 3നെയും വന്ന് ട്രാൻസെൻഡ് ചെയ്യണം. അത് വളർന്ന പോലെ ട്രാൻസെൻഡ്, അവിടെ നിന്ന് എനർജിയെ മുകളിലോട്ട് കൊണ്ടുപോകണം. അത് വന്ന് തണ്ടുടൻ ഓടി തലപ്പെട്ട കഴിഞ്ഞാൽ കുണ്ടലിനി റൈസ്. തണ്ട് എന്ന് പറഞ്ഞാൽ സ്പൈന് വഴിയാ കുണ്ടലിനിയെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ 3 മണ്ഡലവും ഈക്വലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് അത് വന്ന് ചന്ദ്രമണ്ഡലത്തിൽ കൊണ്ടുപോകണം എനർജിയെ. അങ്ങനെ ഇരുന്നാൽ യോഗി ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ചിരിക്കും നല്ല ആരോഗ്യത്തോടെ. ഇതാണ് മീനിങ്. അപ്പോൾ ഇതിൽ എന്തെന്ന് വെച്ചാൽ 3 മണ്ഡല ധ്യാനമാണ് ഇന്നത്തെ പൈസ. അപ്പോൾ 3 മണ്ഡലം എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് 3 മണ്ഡലം? ഇത് അഗ്നിമണ്ഡല, സൂര്യമണ്ഡല, ചന്ദ്രമണ്ഡല. ഫസ്റ്റ് വന്ന് സൂര്യമണ്ഡല. സൂര്യമണ്ഡല എന്ന് പറയുന്നത് മൂലാധാരത്ത് അഗ്നിയും സൂര്യനും ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂലാധാരത്തെ കൺട്രോളിലിരിക്കുന്ന ഏരിയ, മൂലാധാരത്തിലെ കൺട്രോളിലുന്ന ഏരിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വാധിഷ്ഠാനം മൂലാധാരത്തിൽ നിന്ന് 4 ഇഞ്ച് മുകളിൽ സ്വാധിഷ്ഠാനം ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്വാധിഷ്ഠാനത്തിൻ്റെ അടുത്ത് 4 ഇഞ്ച് പോകില്ല, ഒരു 3.5 ഇഞ്ച് വരെ പോയിട്ട് അതിൻ്റെ തന്നെ താഴോട്ട് കാല് തള്ള വിരൽ വരെ ഉള്ള ഏരിയ എന്ന് സൂര്യമണ്ഡലം. എൻ്റെ പേര് സൂര്യമണ്ഡലം. അപ്പോൾ സാധാരണ കുണ്ടലിനി അതിൽ ഇരിക്കുന്നത് സൂര്യമണ്ഡലത്തിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന ഇത് റൈസ് ആകുമ്പോൾ അവിടെ നിന്ന് അത് വന്ന് വെക്കേറ്റ് ചെയ്ത്, അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് അത് മുകളിലോട്ട് കയറുന്ന അടുത്ത മണ്ഡലത്തിൽ കയറുന്നു. അടുത്ത മണ്ഡലം എന്ന് വെച്ചാൽ അതാണ് അഗ്നിമണ്ഡലം എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലാധാരമാണ് സെൻട്രൽ ഓഫീസ് അതിന്. അപ്പോൾ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ താഴെ സ്വാധിഷ്ഠാന ബാർഡർ, അടുത്ത ബാർഡർ വന്ന് വിശുദ്ധി വരെ പോകും. അപ്പോൾ കുണ്ടലിനി ഈ മണ്ഡലത്തിൽ കയറിയാൽ, ഈ മണ്ഡലത്തിൽ അതായത് സൂര്യമണ്ഡലത്തിൽ നിന്ന് ക്രാസ് ചെയ്ത് അഗ്നിമണ്ഡലത്തിൽ കയറണം. ഈ അഗ്നിമണ്ഡലത്തിൽ കയറിയാൽ പെട്ടെന്ന് വിശുദ്ധി വരെ അത് ട്രാവൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ കുണ്ടലിനി റൈസ് ആകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആകും. കാരണം എന്ന് വെച്ചാൽ മൂലാധാരത്തിൽ നിന്ന് വിശുദ്ധി വരെ ഹീറ്റാണ്. ഒന്ന് സൂര്യമണ്ഡലം, അതിലും ഹീറ്റ് തന്നെ. എന്നിട്ട് മുകളിൽ പോകുമ്പോൾ അഗ്നിമണ്ഡലം, അതും ഹീറ്റ് തന്നെ. അത് വിശുദ്ധി ക്രാസ് ചെയ്ത് പോകുമ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രമണ്ഡലം. വിശുദ്ധി ആൻഡ് എബവ് ചന്ദ്രമണ്ഡലത്തിൽ കൂളിംഗ് എഫക്റ്റ് കിട്ടും. വിശുദ്ധി ഒന്ന് കുണ്ടലിനി വിശുദ്ധി ക്രാസ് ചെയ്യുമ്പം അതിന് കൂളിംഗ് റിസൾട്ട് കിട്ടും. ചന്ദ്രമണ്ഡലത്തിൽ എൻ്ററാകുകയാണ്. ചന്ദ്രമണ്ഡലത്തിൽ എൻ്ററായാൽ പിന്നെ ആജ്ഞ, സഹസ്രാരം, ഗുരുമണ്ഡലം, നിരാധാരം, പരമാണു വരെ ചന്ദ്രമണ്ഡലം, ലൂണാർ എനർജി കിട്ടും. അപ്പോൾ യോഗി എന്തെന്ന് വെച്ചാൽ ലൂണാർ എനർജി എൻ്ററായ ശേഷം തന്നെ ജ്ഞാനം കിട്ടും. എന്നുവെച്ചാൽ സൂര്യമണ്ഡലത്തിലും അഗ്നിമണ്ഡലത്തിലും കുണ്ടലിനി ഇരിക്കുന്നവരെ അവർ ഇൻ്റലിജൻസും ഉണ്ടാകും, അതിൻ്റെ കൂടെ ദേഷ്യവും ഉണ്ടാകും. ദേഷ്യം, ആങ്കർ. അപ്പോൾ ഒരു ജ്ഞാനിക്ക്
യോഗിക്കും ജ്ഞാനിക്കും ദേഷ്യം ഇരിക്കാൻ പാടില്ല. അതായത് രണ്ടും അഗ്നിയാണ്, ജ്ഞാനവും അഗ്നി, ഈ ദേഷ്യവും അഗ്നി, രണ്ട് അഗ്നിയും ഒന്നിച്ച് എരിയാൻ വെക്കില്ല. അതുകൊണ്ട് ഈ ദേഷ്യത്തെ ഒന്ന് വിട്ടു കഴിഞ്ഞാൽ ജ്ഞാനം പരിപൂർണമാകുന്ന തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കുണ്ടലിനി വിശുദ്ധിയുടെ മുകളിൽ പോകുമ്പോഴാണ് ആ ദേഷ്യമൊക്കെ അടങ്ങിയിട്ട് അവർക്ക് വന്ന് ഒരു ഇതുണ്ടാകും, എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാകും. ആ എൻലൈറ്റൻമെൻറ്റ് അതിൽ വരുമ്പോഴാണ് ആ ഫുൾ ജ്ഞാനമാവുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മണ്ഡലത്തിലും അത് എനർജി പാസ്സായി അത് ട്രാൻസെൻഡും ചെയ്യണം. അതാണ് അവിടെ നിൽക്കാൻ നോക്കില്ല. കുണ്ടലിനി റൈസായിട്ടും ഈ 2 മണ്ഡലത്തിലും നിൽക്കാൻ നോക്കില്ല. ഇവിടെ സൂര്യമണ്ഡലത്തിലും അഗ്നിമണ്ഡലത്തിലും നിൽക്കാൻ നോക്കില്ല. അത് ക്രാസ് ചെയ്ത് ചന്ദ്രമണ്ഡലത്തിൽ നിലകൊള്ളുമ്പോഴാണ് യോഗി ഫുൾ ഫ്ലെജ്ഡ് 100% അതിന് വന്ന് യോഗി ആവുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പിണ്ഡം ദേഹവും കായകൽപ്പ റിസൾട്ട് വന്ന് ഒരുപാട് കാലം അവർക്ക് ഇരിക്കാനും പറ്റും. യോഗികൾ നിങ്ങൾ തിരുമൂലർ 3000 കൊല്ലത്തിൻ്റെ മേലെ ഇരുന്നതായിട്ട്, മെഡിറ്റേഷനെ 3000 കൊല്ലം അതിൻ്റെ മേലെ ഇരുന്നത് അധികം കൊല്ലം ഇരുന്നിട്ടുണ്ട്. ബോഹറും പല ആയിരക്കണക്കായിട്ടുള്ള കൊല്ലങ്ങൾ ഇരുന്നതായിട്ട് റെക്കോർഡുണ്ട്. അപ്പോൾ മനുഷ്യൻ വന്ന് ഇരിക്കാൻ വെക്കും. എന്തെന്ന് വെച്ചാൽ 100-120 വയസ്സ് താണ്ടിയും യോഗികൾക്ക് ഇരിക്കാൻ വെക്കും. അവർ ആസ്ട്രൽ ബാഡിയിൽ ഇരിക്കാൻ വെക്കും. ഇപ്പോൾ ഉദാഹരണം ഈ ലൈനിൽ വന്നവർ തന്നെ ഈ മറ്റേ മഹാവതാർ ബാബാജിയും തിരുമൂലർ ലൈനിൽ വന്നതാണ്. ബോഹറ വന്ന് ധ്യാനം ചെയ്ത് ജ്ഞാനം കിട്ടി ഗുഹയിലിരിക്കാൻ. ഗുഹയിൽ അവരൊക്കെ ഫിസിക്കൽ ബാഡി മരണം എത്തിയില്ല, ഒൺലി ആസ്ട്രൽ ബാഡി എക്സിസ്റ്റൻസ് അല്ല ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ടൈം 2 പ്രാവശ്യം പോയി, ഈ കൊല്ലവും പോകും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ തിരുമൂലറും അദ്ദേഹത്തെ ഒന്ന് ഇവിടെ വിട്ടില്ല, അത് ഇങ്ങനെ കൈലാസിൽ തന്നെ പോയത്. സോ ശിവയോഗി എന്തോന്ന് വെച്ചാൽ ഈ 3 മണ്ഡലത്തിലും എനർജിയെ പോയാലേ അവർ വന്ന് ചന്ദ്രമണ്ഡലത്തിലെ ജ്ഞാനം കിട്ടും. അപ്പോൾ ഈ മണ്ഡലത്തിനെ കുറിച്ചുള്ള നാലെഡ്ജ് യോഗ സ്കൂളുകളിൽ അധികം പറയുന്നില്ല. യോഗയിൽ മറ്റേ ബുക്കിലും ഒന്നിൽ ഒരു 6 ആധാരം, ഷഡ്ചക്ര നിർമ്മാതങ്ങളെ 6 ആധാരങ്ങളെയും 3 മണ്ഡലങ്ങളായിട്ട് അത് ക്ലാസിഫൈ ചെയ്ത് 3ാമത് മണ്ഡലമായിട്ടുള്ള ചന്ദ്രമണ്ഡലത്തിലെ എനർജിയെ കൊണ്ടുപോകുന്നതാണ് ഈ തിരുമന്ത്ര മെഡിറ്റേഷനിൽ 3 മണ്ഡല മെഡിറ്റേഷൻ. എത്തുന്നു 3 മണ്ഡല മെഡിറ്റേഷൻ. നമ്മൾ ആൾറെഡി 6-7 ടൈപ്പ് മെഡിറ്റേഷൻ നോക്കി. ഇന്ന് എത്ര ദിവസം? ഇന്ന് 9ാമത് ദിവസം. അപ്പോൾ ആൾറെഡി നമ്മൾ 8 ടൈപ്പ് ധ്യാനം നമ്മൾ മെഡിറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 9ാമത് ധ്യാനത്തിൽ പറയണ 3 മണ്ഡല മെഡിറ്റേഷൻ. അങ്ങനെ വരുമ്പം കുണ്ടലിനിയെ അതിനെ ക്രാസ് ചെയ്തെടുത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെ? അത് കൊണ്ടുപോയാൽ ആദ്യം ഏത് യോഗയിലും യോഗിക്കും ഫിസിക്കൽ ബാഡി സ്റ്റെബിലൈസ് ആവും. ഫിസിക്കൽ ബാഡി സ്റ്റെബിലൈസ് ആയ ശേഷം തന്നെ ആ എനർജി വന്ന് നിങ്ങൾക്ക് ആസ്ട്രൽ ബാഡിയിൽ കൊണ്ടുപോകാൻ നോക്കും. ആസ്ട്രൽ ബാഡി സ്റ്റെബിലൈസ് ആയ ശേഷം തന്നെ കാസൽ ബാഡിക്ക് കൊണ്ടുപോകാൻ നോക്കും. അപ്പോഴാണ് അവർക്ക് മുക്തി കിട്ടുന്നത്. കാസൽ ബാഡിയിൽ എനർജി പോയി ആ കർമ്മങ്ങളെ ഡിലീറ്റ് ചെയ്യും. കർമ്മങ്ങളെ ഡിലീറ്റ് ചെയ്ത ശേഷം തന്നെ യോഗിക്ക് മുക്തി കിട്ടും. അപ്പോൾ ഈ ഫിസിക്കൽ ബാഡിയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പേര് കായകൽപ്പം. അപ്പോൾ ഈ തത്വങ്ങളെ എടുത്ത് നോക്കുമ്പോൾ ഫിസിക്കൽ ബാഡിയിൽ 25 തത്വവും ആസ്ട്രൽ ബാഡിയിൽ 35 തത്വവും അടുത്തത് കാസൽ ബാഡിയിൽ 36 തത്വവും ഉണ്ട്. അപ്പോൾ ഒരു യോഗി ദേഹത്തിലിരിക്കുന്ന 25 തത്വത്തെ ക്രാസ് ചെയ്യുമ്പോൾ അടുത്തത് ആസ്ട്രൽ ബാഡിയിരിക്കുന്ന 35 തത്വങ്ങളോട്ട് ക്രാസ് ആവും. അതിൻ്റെ ശേഷം അത് കാസൽ ബാഡിക്ക് ക്രാസായി പോകും. അപ്പോഴാണ് മുക്തി കിട്ടുന്നത്. അതേമാതിരി ഈ 3 മണ്ഡല ധ്യാനം ചെയ്താൽ തന്നെ ഈ 3 ദേഹത്തിലും സഞ്ചരിച്ച് അത് വന്ന് ചെയ്യാൻ നോക്കും. വെറും ആസനം പ്രാണായാമം ചെയ്താൽ ഫിസിക്കൽ ബാഡിക്ക് മാത്രം തന്നെ ആസ്ട്രൽ ബാഡിയിൽ മാറ്റങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ഇതാണ്. അതുകൊണ്ടാണ് ശിവയോഗത്തിൻ്റെ ഒരു വിശേഷം. അപ്പോൾ അതിനെ എല്ലാവരും പ്രൊമോട്ട് ചെയ്ത് പഠിക്കാനും അത് പഠിപ്പിക്കാനും ഇതിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓക്കെ.